ആ കോഴി പോണു. നമ്മുടെ കോഴിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇത് നേർച്ച കോഴിയാ മക്കളെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും വിഷജന്തുക്കളിൽ നിന്ന് കാക്കുന്ന പുണ്യവാളിനുള്ള നേർച്ച. ആ പുണ്യാളിനെ എവിടെയാപ്പാ? ആ പുണ്യാളിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകാൻ പോണേ. മക്കൾ പോയി റെഡി ആയിട്ട് വാ. ഇതാണ് അപ്പ പറഞ്ഞ ഇടം, ഇടപ്പള്ളി പുണ്യവാളന്റെ ദേവാലയം. നമ്മുടെ കോഴിനെ ഇവിടെ സമർപ്പിക്കാം. പുണ്യാളന്റെ പെരുന്നാൾ ആഘോഷിക്കാനായി ഈ എടപ്പള്ളി ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ അപ്പനെയും മക്കളെയും പോലെ കുഞ്ഞുനാളിൽ ഞാനും എൻ്റെ അപ്പന്റെ കൈ പിടിച്ച് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് ഡേവിഡ് സെബാസ്റ്റ്യൻ മാണിക്കത്താഴെ. 1400 വർഷത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ഈ ദേവാലയത്തിന്റെ ചരിത്ര നാൾ വഴികളിലേക്കും ഈ കാലഘട്ടത്തിന്റെ പ്രവർത്തന മേഖലകളിലേക്കും നമുക്കൊന്ന് സഞ്ചരിക്കാം. AD 6-ാം നൂറ്റാണ്ടിന്റെ അന്ത്യപാദത്തിൽ സ്ഥാപിതമാകുകയും പിൽക്കാലത്ത് വിശുദ്ധ ഗീവർഗീസിന്റെ നാമധേയത്തിൽ പ്രശസ്തി ആർജിക്കുകയും ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ദേവാലയമാണ് സെന്റ് ജോർജ് ഫൊറൈൻ ചർച്ച് എടപ്പള്ളി. വർഷങ്ങൾ ഇപ്പുറവും മാറാവ്യാധികളിൽ നിന്നും വിഷജന്തുക്കളുടെ ഭയത്തിൽ നിന്നും സംരക്ഷണം തേടി ജാതിമത ഭേദമന്യേ ജനസാഗരം ഒഴുകിയെത്തുന്ന മഹാതീർത്ഥാടന കേന്ദ്രം. 14 നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഭാരത സുറിയാനി ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ അനന്യമായ സ്ഥാനമുള്ള ദേവാലയമാണ് ഇടപ്പള്ളി പള്ളി. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. തൊടുപുഴ കരിമണ്ണൂരാണ് എൻ്റെ സ്വന്തം വീട്. കരിമണ്ണൂർ വട്ടക്കാവിൽ എന്ന് പറയും. ഞങ്ങൾ എല്ലാ വർഷവും 2-3 പ്രാവശ്യമായിട്ട് ഇവിടെ വരാറുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര വിശ്വാസമുള്ള ഒരു പള്ളിയാണ്. സെൻറ്റ് ജോർജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഞങ്ങൾക്ക് നൽകുന്ന ഒരു വിശുദ്ധനാണ്. ഞങ്ങളുടെ വീട് പള്ളുരുത്തിയാണ്. അവിടെ കുറച്ച് പാമ്പ് ശല്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഈ പുണ്യാളുടെ മധ്യസ്ഥം തേടി ഞങ്ങളെപ്പോഴും അപേക്ഷിക്കണതുകൊണ്ട് കുറേയൊക്കെ ശല്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം കിട്ടും. ഞങ്ങൾ അതുകൊണ്ട് എല്ലാ ദിവസവും വന്ന് ഇങ്ങനെ എല്ലാ പ്രാവശ്യം പെരുന്നാളിനും എല്ലാത്തിനും വന്ന് നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിച്ച് പുണ്യാളിനോട് അടിമൊഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് പോകും. എൻ്റെ ചെറുതിലെ മുതൽ ഞാൻ വരുന്ന പള്ളിയാണിത്. വിശുദ്ധ ഗീവറീസ് പുണ്യാളിൻ്റെ അടുത്ത് പറ്റുമ്പോൾ തന്നെ എല്ലാ വീക്കുകളിലും തന്നെ വരാറുണ്ട് പുണ്യാളിനെ കാണാനായിട്ട്. പിന്നെ ഇപ്പം ഞാൻ ഗർഭിണിയാണ്. എൻ്റെ കുഞ്ഞിനെയും സമർപ്പിക്കാനും എൻ്റെ മകന് ഇപ്പോൾ നമുക്ക് ചുറ്റും പാമ്പ് കടിയേറ്റ് ഒരുപാട് മരണങ്ങളും എല്ലാം നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഈ എല്ലാത്തിൽ നിന്നും പുണ്യാളിനാണ് നമ്മളെ കാത്തു രക്ഷിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സംരക്ഷണത്തിനായിട്ട് എൻ്റെ പുണ്യാളിനെ കാണാനായിട്ടാണ് ഞാൻ ഒന്നുകൂടെ വന്നത്. കൊല്ലമായിട്ട് പുണ്യാളുടെ അനുഗ്രഹമാണ് എനിക്കുണ്ടായേക്കണം. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും പുണ്യാളുടെ. ആദ്യകാലത്ത് ഈ ദേവാലയത്തിന്റെ പേര് എന്ന് പറയുന്നത് മർത്താ മറിയം ദേവാലയം എന്നായിരുന്നു അറിയപ്പെട്ടത്. പിന്നീട് വരും കാലങ്ങളിൽ ഇത് ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള പള്ളിയെ. എങ്ങനെയായിരുന്നു ആ ഒരു പേരിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്? AD 593 എടപ്പള്ളിയിൽ ഇങ്ങനൊരു ദേവാലയം സ്ഥാപിക്കപ്പെടുന്നത്. അതായത് 20 നൂറ്റാണ്ടിന്റെ ഒരു പാരമ്പര്യം നമുക്ക് പറയാൻ പറ്റും. മർത്താ മറിയം മാതാവിന്റെ നാമധേയത്തിലാണ് ഈ പള്ളി സ്ഥാപിക്കപ്പെടുന്നത്. പക്ഷേ 10-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കൃത്യമായ രേഖകളില്ലെങ്കിലും 10-11 നൂറ്റാണ്ടുകളിൽ ആ പള്ളി വിശുദ്ധ ഗീവറീസ് സഹദായുടെ നാമധേയത്തിലുള്ള പള്ളിയായിട്ട് മാറി. അത് ഒരു ദിവസം കൊണ്ട് മാറിയതാണെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. വർഷങ്ങളെടുത്ത് കാണും, ചിലപ്പോൾ നൂറ്റാണ്ടുകളെടുത്ത് കാണും.
അതിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് അതിനകത്ത്. കാരണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെ നന്ദി പറയാനായിട്ടാണ് കൂടുതലും പേര് വരുന്നത്. കാരണം എല്ലാ തിങ്കളാഴ്ചയും ഞങ്ങളിവിടെ ലഭിക്കുന്ന സംഭാവനകൾ ഒരുമിച്ച് കൂട്ടി അതിൻ്റെ കണക്കുകൾ എടുക്കാറുണ്ട്. അവിടെ ലഭിക്കുന്ന അപേക്ഷകൾ അല്ലെങ്കിൽ അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. ആ വായിച്ചു നോക്കുമ്പോൾ കാണുന്നത് എല്ലാം തന്നെ ഈശോമിശിഹായുടെ അനുഗ്രഹം വിശുദ്ധ ഗീവർഗീസായുടെ മധ്യസ്ഥതയിലൂടെ അവർക്ക് ലഭിച്ചതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അത് അപകടങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലാകാം, ആപത്തുകളിൽ നിന്നുള്ള രക്ഷമാർഗം കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗശാന്തി ആയിരിക്കാം. ഇതിനെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. അത് വിശുദ്ധ ഗീവർഗീസായുടെ മാധ്യസ്ഥം വഴി അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എടപ്പള്ളി ദേവാലയത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മളോട് കൂടുതലായിട്ട് പറഞ്ഞു തരാനുള്ളത് തോമസ് ചേട്ടനാണ്. തോമസ് ചേട്ടാ, ഈ ഇടവകയുടെ ഈ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് ഞങ്ങളോടൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാം. തീർച്ചയായും. ഇതാണ് ഇവിടുത്തെ പുരാതനമായിട്ടുള്ള പള്ളി. AD 593 ഈ പള്ളി രൂപീകൃതമായത്. അതായത് ഒരു 6-ാം നൂറ്റാണ്ടിലേക്ക്, നമ്മളുടെ ഓർമ്മയിലൊന്നും ഇല്ലാത്ത സമയത്ത് പണിത പള്ളിയാണിത്. ഈ പള്ളിയെ പറ്റി വിശദമായിട്ടുള്ള ചില തെളിവുകളുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിവിടുത്തെ ആദ്യകാലത്തെ നേർച്ചപ്പെട്ടിയാണ്. ഇയാൾ വരുന്ന നേർച്ചകളൊക്കെ വരുമ്പോഴത്തേക്കും ഈ പെട്ടിയിലാണ് ആൾക്കാർ നിക്ഷേപിക്കുന്നത്. ഇതിവിടുത്തെ ഒരു ശിലാലിഖിതമാണ്. അന്ന് AD 593 കൊത്തിവെച്ചിട്ടുള്ളതാണ്. അന്നത്തെ ഇടവകക്കാരുടെ പേരുകളൊക്കെ ഇതിലുണ്ടെന്നാണ് ഞങ്ങൾ അറിയപ്പെട്ടിരിക്കുന്നത്. പക്ഷെ വ്യക്തമല്ലാത്ത കാരണം ശരിക്കും മനസ്സിലാവുന്നില്ല. വളരെ നീണ്ട ഒരു ചരിത്രമുള്ള പള്ളിയാണ് ഈ പള്ളി എന്ന് പറഞ്ഞാൽ. ഈ പള്ളിക്ക് ശേഷം അന്ന് ഇടവകക്കാർ വർദ്ധിച്ചതോടെ അസൗകര്യങ്ങളുടെ പേരിൽ പുതിയതായിട്ടുമാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. ഈ ദേവാലയത്തെ പറ്റി വ്യക്തിപരമായിട്ട് പറയാനുള്ള കാര്യം, കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ദേവാലയമാണ്. തോമസ് ലീയ സ്ഥാപിച്ച 7 പള്ളികൾ കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അത് കഴിഞ്ഞിട്ടുള്ള പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് AD 593 വെച്ചത്. അതോടൊപ്പം യാത്രാ സൗകര്യം കൊണ്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമായ ഒരു ദേവാലയമാണത്. കാരണം നാഷണൽ ഹൈവേക്ക് മധ്യത്തിൽ ഈ ദേവാലയത്തിൽ വന്നു പോകാനും വിശുദ്ധനെ ഉണങ്ങാനും നേർച്ച കാഴ്ചകൾ കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് വളരെയധികം സൗകര്യമുള്ള ഒരു പള്ളിയാണ്. ഞാൻ ശരിക്കും സെന്റ് ജോർജ് ജീവിച്ചിരുന്ന കപ്പഡോഷ്യയിൽ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴേക്കും നമ്മൾ കാണുന്ന ഒരു റോക്ക് ആയിട്ടുള്ള ഒരു മൗണ്ടൻ, അത് ഗുഹകളാണ്. അതിനകത്തേക്ക് പോകുമ്പോഴേക്കും വളരെ ബുദ്ധിമുട്ടാണ് ഗുഹയുടെ കയറുമ്പോൾ. വെളിച്ചം വളരെ കുറവായിട്ട് വളരെ പ്രാചീനമായിട്ടുള്ള ആ സമയത്താണ്. ഒരു 3-ാം നൂറ്റാണ്ടിലാണ് സെയിന്റ് ജോർജ് അവിടെ ജീവിച്ച് അവിടെ രക്തസാക്ഷിയായിട്ട് മരിച്ചത്. ഏകദേശം നമ്മളുടെ പള്ളി 596-ാം നൂറ്റാണ്ടിലാണ് സ്ഥാപിതമായത്. അതായത് സെയിന്റ് ജോർജിന്റെ മരണശേഷം ഒരു 300 വർഷത്തിന് ശേഷം. നമ്മൾ ഈ പള്ളി നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു ഗുഹാ മോഡലാണ് ശരിക്കും. ആരാധനാലയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് അവിടെ പോയി കഴിഞ്ഞാൽ വളരെ കാമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരിടമാണ്. അതിനുശേഷം 10-ാം നൂറ്റാണ്ടിലാണ് നമ്മളുടെ ഈ കാണുന്ന ദേവാലയം സ്ഥാപിതമായത്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ഈ ദേവാലയം പുനർനിർമ്മിച്ചപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ടൈലൊക്കെ ഞങ്ങൾ മാറ്റി ഒന്ന് ഫ്ലോറിങ് ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് മണൽ വാരാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ വന്നു. അതായത് 1000 വർഷം ഇവിടെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ നടന്നൊരു ദേവാലയമാണ്. ഇവിടുത്തെ മണൽ കൊണ്ടുപോയിട്ട് അവർ പണിയുന്ന വീടിൻ്റെ ഭവനത്തിന് തറയിലൊക്കെ ഇട്ടിട്ട് വെക്കാനായിട്ട് പ്രാർത്ഥിച്ചത്. അപ്പോൾ അത്രയ്ക്കും അത്ഭുത സിദ്ധിയുള്ള ഒരു പള്ളിയാണിത്. അതുപോലെ തന്നെ പുതിയ പള്ളിയും ഏകദേശം വളരെ മനോഹരമായിട്ട് ഏഷ്യയിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ്, അതായത് എല്ലാവർക്കും സൗകര്യമായിട്ട്. പക്ഷേ ഈ 3 പള്ളിയും വളരെ ആക്റ്റീവായിട്ട് ആരാധനയിലും പ്രാർത്ഥന നടക്കുന്നുണ്ട്. അച്ഛാ, ഈ കോഴി നേർച്ച പോലെ തന്നെ വളരെ പ്രസക്തിയുള്ളതാണല്ലോ ഈ ഒരു അത്ഭുത കിണർ എന്ന് പറയുന്നത്. അച്ഛാ, അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് 2 വാക്ക് പറയാമോ? ഈ അത്ഭുത കിണർ വളരെ ശുദ്ധമായ ജലം ലഭിക്കുന്ന, ഒരിക്കലും വറ്റാത്തൊരു കിണറാണ്. ഈ കിണറിൽ നിന്ന് വെള്ളം ആളുകൾ കോരിയെടുത്ത് മുഖം കഴുകുകയും തല നനയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവർക്ക് രോഗശാന്തി ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ കിണറിലെ ജലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഈ അത്ഭുത കിണർ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇവിടെ ഉള്ളത്.
ഒന്ന് അടിമ വയ്ക്കുക എന്ന് പറയും, മറ്റൊന്ന് വണ്ടി വെഞ്ചിരിക്കുക. ഈ രണ്ട് കാര്യങ്ങളും വളരെ സവിശേഷമായി ഇവിടെ നടക്കുന്നതാണ്. വളരെയധികം ആളുകൾ ഈ പള്ളിയിൽ വന്ന് വിശുദ്ധ ഗീവർഗീസിന്റെ മാധ്യസ്ഥത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചതിന്റെ ഓർമ്മയിൽ പരിശുദ്ധ കന്യാമറിയം ദേവാലയത്തിൽ സമർപ്പിതയായിരുന്നല്ലോ. അപ്പൊ അതിന്റെ എല്ലാം ഓർമ്മയിൽ തങ്ങളെ തന്നെ വിശുദ്ധ ഗീവർഗീസിന്റെ മാധ്യസ്ഥത്തിനും സംരക്ഷണത്തിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ അടയാളമായി പള്ളിയിൽ ആളുകൾ വന്ന് തലയിൽ വൈദികൻ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന, വിശുദ്ധന്റെ അടിമയായി സമർപ്പിക്കുന്ന ഒരു കർമ്മം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോൾ അത് പുതിയതായാലും പഴയതായാലും പലരും ഈ പള്ളിയിൽ കൊണ്ടുവന്ന് വിശുദ്ധന്റെ സംരക്ഷണം പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന വണ്ടി വെഞ്ചിരിക്കുന്ന ഒരു പതിവും ഈ ദേവാലയത്തിലുണ്ട്. അച്ഛാ, ഇവിടെ വികാരി അച്ഛനായ പിന്നെ ഈ പുണ്യാളന്റെ മധ്യസ്ഥം വഴി അവർക്കൊരു രോഗശാന്തി ലഭിച്ചതിനെ കുറിച്ച് ആരെങ്കിലും അച്ഛനോട് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഒരു ലേഡി അടുത്തിടയ്ക്ക് എന്നോട് പറഞ്ഞൊരു കാര്യം, അവർക്ക് അലർജി ഉണ്ടായിരുന്നു, റോൾഡ് ഗോൾഡിന്റെ അലർജി ആയിരുന്നു. ഈ അലർജി ഉണ്ടായിരുന്ന ആള് 9 വെള്ളിയാഴ്ചകളിൽ വിശുദ്ധന മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും 3-ാമത്തെ വെള്ളിയാഴ്ച വൈദികൻ ഹന്നാൻ വെള്ളം തെളിക്കുന്ന സമയത്ത് ആ വെള്ളം തൻ്റെ ദേഹത്ത് വീണപ്പോൾ അലർജി മാറുകയും ചെയ്തു. വർഷങ്ങളായി അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും തിരുനാളിന് തുടർച്ചയായി വന്ന് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞ ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ കണ്ട് തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുകയുണ്ടായി. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഇടപ്പള്ളി പള്ളിയുടെ പഴമയുടെ ഓർമ്മകളിലേക്ക് മിഴി തുറക്കുന്ന ഒരു മനോഹര മ്യൂസിയം കൂടി ഇവിടെയുണ്ട്. ഭക്തജനങ്ങൾക്കും ചരിത്ര വിദ്യാർത്ഥികൾക്കും ഒരുപോലെ അറിവ് പകരുന്ന ഒരു അമൂല്യ ശേഖരം. ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ആഴമേറിയ വിശ്വാസ വഴികളിലൂടെ കടന്നുപോകാൻ ഈ ശേഖരം നമ്മളെ സഹായിക്കും. പുതിയ ദേവാലയത്തെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാമോ? 1999 നവംബർ മാസം 3-ാം തീയതി വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പയാണ് ഈ പുതിയ ദേവാലയത്തിന്റെ അടിസ്ഥാന ശില ആശീർവദിച്ചത്. 2000 ആണ്ട് ജനുവരി 1-ാം തീയതി അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ വർക്കി വിധേയത്തിലാണ് ഈ ദേവാലയത്തിന്റെ അടിസ്ഥാന ശില ഇട്ടത്. പിന്നീട് 2015 ഏപ്രിൽ മാസം 19-ാം തീയതിയാണ് പുതിയ ദേവാലയം ആശീർവദിച്ച് പ്രതിഷ്ഠിച്ചത്. നിങ്ങൾ താഴെ കണ്ടതാണ്, താഴത്തെ ദേവാലയം വളരെ ചെറുതാണ്. പഴയ കാലങ്ങൾക്ക് കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ദേവാലയമാണ്. അന്നത്തെ വിശ്വാസികളുടെ എണ്ണത്തിനനുസരിച്ച് ചെറിയൊരു ദേവാലയമാണെന്ന് നിർമ്മിച്ചത്. ഇന്ന് ഇവിടെ ഏകദേശം 2000-ഓളം വീട്ടുകാരുണ്ട്. അതിനേക്കാൾ അധികം ആളുകൾ തീർത്ഥാടകരായിട്ട് ദേവാലയത്തിൽ വരുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും 8 കുർബാനകൾ വരെ അർപ്പിക്കപ്പെടുന്നുണ്ട്. ഈ 8 കുർബാന അർപ്പിക്കുമ്പോഴും ഈ ദേവാലയം നിറച്ച് ആളുകളുണ്ട്. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ വിശുദ്ധ കുർബാനയിൽ മറ്റ് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നതിന് സൗകര്യമുണ്ടാകുക ആവശ്യമാണ്. അതനുസരിച്ചാണ് ഇത്രയും വലിയൊരു ദേവാലയം ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അച്ഛാ, നമ്മുടെ ദേവാലയത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ഈ ദേവാലയം അതിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ മുൻപിട്ട് നിൽക്കുന്ന ഒന്നാണ്. എല്ലാ ആഴ്ചയിലും ഈ ദേവാലയത്തിൽ നിന്ന് നല്ലൊരു തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ചിലവഴിക്കുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എടപ്പള്ളി പള്ളി വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു ദേവാലയമാണ്. ആശുപത്രി വഴിയും വിദ്യാഭ്യാസം വഴിയും അതുപോലെ തന്നെ പണമായി നൽകിക്കൊണ്ടും പാവപ്പെട്ട പള്ളികളെ സഹായിക്കുന്നു, വ്യക്തികളെ സഹായിക്കുന്നു, കുടുംബങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ വലിയ ഒരു മുന്നേറ്റം അക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. ഈ ദേവാലയത്തിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് 100 വീടുകൾ ഈ പള്ളിയുടെ നേതൃത്വത്തിൽ പണിതു കൊടുക്കുണ്ടായി. ആ 100 വീടുകളിൽ ഒന്ന് പോലും ഈ ഇടവകയിലായിരുന്നില്ല. ഈ ഇടവകയ്ക്ക് പുറത്ത് 100 വീടുകളാണ് പണിതു കൊടുത്തത്. അപ്പൊ അത്രയും വലിയ ജീവകാരുണ്യ പ്രവർത്തനം ഈ പള്ളിയിൽ നിന്ന് നിർവഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും നിർവഹിക്കുന്നു. തീർച്ചയായിട്ടും അത് തുടരുകയും ചെയ്യും. അച്ഛാ, ഈ എടപ്പള്ളി പള്ളിയുടെ കൊടിയേറ്റ് ഭയങ്കര പ്രത്യേകതയാണല്ലോ, അതൊന്ന് ജസ്റ്റ് ഞങ്ങളോടൊന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, AD 593-ലാണ് ഈ ദേവാലയം സ്ഥാപിതമായതെന്ന്. രാജഭരണകാലത്ത് രാജാക്കന്മാരാണ് ദേവാലയം സ്ഥാപിക്കാനായിട്ടൊക്കെ അനുവാദം നൽകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാപിതമായൊരു ദേവാലയത്തിൽ ഒരു ആഘോഷം നടത്തുമ്പോൾ ആ ആഘോഷത്തിന് രാജാവിൻ്റെ അനുവാദം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾക്കും രാജഭരണകാലത്ത് രാജാവിൻ്റെ അനുവാദം വാങ്ങിക്കുമായിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ
ഇവിടെ കപ്ലോൺ വികാരിയുടെ അനുവാദം വാങ്ങിക്കുന്ന ഒരു ചടങ്ങുണ്ട്. രാജാക്കന്മാർക്ക് നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് അവരിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിരുന്നതിൻ്റെ ഓർമ്മയായി ഇവിടെ ദേവാലയത്തിൽ 101 പലഹാരങ്ങൾ ഊട്ടുമുറിയിൽ പ്രത്യേകം സജ്ജീകരിച്ച് അച്ഛൻ്റെ മുറിയിൽ നിന്ന്, കപ്ലോൻ വികാരി എന്നാണ് വിളിക്കുന്നത്, കപ്ലോൻ വികാരിയെ അച്ഛൻ്റെ മുറിയിൽ നിന്ന് ക്ഷണിച്ച് ഊട്ടുമുറിയിൽ കൊണ്ടുവന്ന് ഈ നേർച്ച കാഴ്ചകൾ അച്ഛന് സമർപ്പിച്ച് അച്ഛനോട് തൻ്റെ തിരുനാൾ നടത്തുവാൻ പ്രസിദ്ധി അനുവാദം ചോദിക്കും. ആ സമയത്ത് വികാരി ദൈവജനത്തിൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി തിരുനാൾ നടത്തുവാൻ അനുവാദം നൽകും. തുടർന്ന് വികാരിയച്ഛനെ ഊട്ടുമുറിയിൽ നിന്ന് ആഘോഷമായി ദർശന സമൂഹാംഗങ്ങൾ, പ്രസ്തുതേന്തി, കൈക്കാരന്മാർ തുടങ്ങിയ എല്ലാവരും കൂടി ദേവാലയത്തിലേക്ക് പ്രദക്ഷിണമായിട്ട് ഒരുമിച്ച് വരും. ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ ഗീവർഗീസിന്റെ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ നിന്ന് പ്രസ്തുതേന്തിക്ക് കപ്ലോൻ വികാരി കൊടി കൈമാറും. ഈ കൊടി അതിനുശേഷം എല്ലാവരും ചേർന്ന് വിശ്വാസ സമൂഹവും ദർശന സമൂഹാംഗങ്ങളും ഒഫീഷ്യാളന്മാരും പ്രസിദ്ധന്തിയും വൈദികരും ഒരുമിച്ച് പ്രദക്ഷിണമായി കൊടിമരത്തിൻ്റെ അടുത്ത് കൊണ്ടുവരികയും കൊടിമരത്തിൽ അത് ചാർത്തി കൊടി ഉയർത്തുകയും ചെയ്യും. ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ മറ്റെല്ലാ മതസ്ഥരും ഇവിടെ വന്നു ചേരാറുണ്ട്. കൊടിയുയർത്തലിന് പ്രത്യേകിച്ച് അന്യമതസ്ഥരും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. ഒരു മതസൗഹാർദ്ദത്തിന്റെ ഇടം തന്നെയാണ് എടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന പള്ളി. മുട്ടിപ്പായി വന്ന് പ്രാർത്ഥിക്കുകയും സങ്കടങ്ങൾ ഉണർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഈ ദേവാലയത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ബൈക്ക് ഓടിച്ചതിലെ പോകുന്ന അന്ന് മുതൽ ഈ ദേവാലയത്തിന് മുന്നിലൂടെ പോകുമ്പോൾ ആ ദേവാലയത്തിന് മുന്നിൽ ഏത് വാഹനമാണ് ഓടിക്കുന്നതെങ്കിലും അത് നിർത്തി ഇവിടെ വന്ന് പുണ്യാളനെ കണ്ട് ദർശനം കിട്ടിയതിന് ശേഷമാണ് എപ്പോഴും യാത്ര തിരിക്കാറ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി 40 വർഷമായി തുടരുന്നതാണ്. ഇന്നും അത് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് വിശ്വാസം, അതായത് ഏതെങ്കിലും ഒരു ക്രൈസ്തവരുടെ ഇടയിൽ മാത്രമല്ല, എല്ലാ ജനവിഭാഗങ്ങളിലും വിശ്വാസമുള്ള, അവരെല്ലാം വിശ്വാസം അർപ്പിക്കുന്ന, പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ദേവാലയം കൂടിയാണ്. ആ ദേവാലയത്തിൻ്റെ തിരുനാൾ ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. എടപ്പള്ളിയെ സംബന്ധിച്ച് പാരമ്പര്യമായി അതിപുരാതനമായി മതം നോക്കാതെ മനുഷ്യരൊത്തുകൂടിയിരുന്ന ഒരു നാടാണിത്. ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും ആരാധനാലയങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഒത്തുകൂടിയിരുന്ന ഒരു നാടാണ്. ഇവിടുത്തെ അടുക്കളകളിലും മതം നോക്കാതെ മനുഷ്യർ ഒത്തുകൂടിയിരുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ ദേവാലയത്തിലെ പെരുന്നാളിനും മറ്റുമൊക്കെ എല്ലാ മതങ്ങളും ഒത്തുകൂടിയിരുന്നു. ഞങ്ങളുടെ പള്ളിയുടെ തൊട്ടടുത്തുള്ള ആ പർണശാല തന്നെ ഇവിടത്തെയൊക്കെ ആഘോഷങ്ങളിൽ 2 പെരുന്നാളുകളിലും മറ്റുമൊക്കെ ഇവിടുത്തെ രാജാക്കന്മാർ വന്ന് ഇതിൽ പങ്കെടുത്ത് ഒത്തുകൂടിയിരുന്ന ഒരു കേന്ദ്രം ഇന്നും നിലനിർത്തിയത് ഈ സൗഹാർദ്ദത്തിൻ്റെ ഒരടയാളം കൂടിയായി ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. എടപ്പള്ളി പള്ളിയും എടങ്ങല്ലൂർ സ്വരൂപവും തമ്മിൽ ശതാബ്ദങ്ങളോളം നല്ല ബന്ധമാണുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് കുറച്ച് വിശ്വാസികൾ ഇവിടെ വന്ന് ഇവിടെ പള്ളി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് നമ്മുടെ മുൻ തലമുറക്കാർ അതിനു വേണ്ട സ്ഥലം കൊടുക്കുകയും ചെയ്തു. ഉദ്ദേശം AD 500-ാം നൂറ്റാണ്ടിലാണ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ AD 593-ലാണ് ഈ പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുത്തതെന്നാണ് എൻ്റെ അറിവ്. കേട്ടറിവും നാട്ടറിവും വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിന് എത്രയുണ്ട് ആധികാരികതയുണ്ടെന്ന് എനിക്കറിയില്ല. ഈ പള്ളിക്ക് സ്ഥലം കൊടുത്ത് ഇവിടെ പള്ളി ആരംഭിച്ചു. പിന്നെ അധികം താമസിയാതെ പള്ളിക്ക് പ്രദക്ഷിണ വഴിയും കൊടുത്തു. എടപ്പള്ളി പള്ളിയിലെ പെരുന്നാൾ വളരെ വിശേഷപ്പെട്ടതാണ്. ഞങ്ങൾക്കിവിടെ കുറേ അമ്പലങ്ങളുണ്ടെങ്കിലും അമ്പലത്തിലെ എല്ലാ ഉത്സവത്തിനേക്കാൾ വളരെയധികം നാടിൻ്റെ ആഘോഷം എന്ന് പറയുന്ന പോലെയാണ് എടപ്പള്ളി പള്ളിയിലെ പെരുന്നാൾ. പള്ളിയിലെ എന്ത് പ്രധാന പരിപാടികളുണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, പള്ളിയിൽ പെരുന്നാളാവുമ്പോൾ പള്ളിയിലെ ഭാരവാഹികൾ ഇവിടെ വരും. ഇവിടെ വന്ന് പള്ളി പെരുന്നാൾ അറിയിക്കും. മാത്രമല്ല ഇവിടുന്ന് കവുങ്ങ് വെട്ടി ഇവിടുത്തെ ആന വലിച്ചാണ് അവിടെ കൊടിയേറ്റത്തിന് കൊണ്ടുപോകാറുള്ളത്. അതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ടാണ് ഇന്നും പെരുന്നാൾ കൊടിയേറ്റ ദിവസം
101 തരം പലഹാരം വെച്ച് രാജാവിനെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് അന്ന് തുടങ്ങി നടത്തും. ആ രാജാവ് അവിടെ നിന്ന് കൊടിമരം ആനയുടെ കയ്യിൽ, കൊട്ടാരത്തിലെ ഗണപതി എന്ന് പറയുന്ന ഒരു ആനയുണ്ട്, ആ ആനയുടെ കയ്യിൽ കൊടിമരം കൊടുത്തു വിടുകയും ആ കൊടിമരം സ്ഥാപിച്ച് കൊടി കയറ്റി വിശുദ്ധന്റെ തിരുനാള് ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് പ്രദർശനം ഇറങ്ങിക്കഴിയുമ്പോൾ രാജാവിൻ്റെ സേവകൻ അകമ്പടി വാളായിട്ട് മുൻപിൽ അകമ്പടി സേവിക്കും. ഈ രാജഭരണം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ വികാരി അച്ഛനാണ് അതിൻ്റെ പ്രദർശനം നയിക്കുന്നത്. ഇടവക കുരിശ് പിടിച്ച് ഡിസ്ക്രമൻ മുമ്പിലുണ്ടാവും. നമ്മുടെ തിരുനാളിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് മെയ് 1-ാം തീയതിയാണ്. പുണ്യവാളന്റെ തിരുസ്വരൂപം നമ്മുടെ പള്ളിയുടെ പുറത്തേക്ക് എടുക്കുകയും അന്ന് ഇവിടെ അനേകായിരം ആൾക്കാരാണ് ഇവിടെ വന്ന് പുണ്യവാളനെ കാണുന്നതിനും മധ്യസ്ഥം അപേക്ഷിക്കുന്നതിനും ഇവിടെ എത്തുന്നത്. ഇടപ്പള്ളിയിലെ തിരുനാൾ വേളകളിൽ വിശുദ്ധ ഗീവർഗീസിന്റെ രൂപവും വഹിച്ചുകൊണ്ടുള്ള ആർഭാടപൂർണമായ പട്ടണ പ്രദക്ഷിണം ഏറെ പ്രസിദ്ധമാണ്. തിരുവാഭരണങ്ങൾ അണിയിച്ച് വിശുദ്ധന്റെ തിരുരൂപം രഥത്തിലേറ്റി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആനയിക്കുമ്പോൾ മലരും പൊരിയും വെറ്റിലയും പൂക്കളും വിതറി അനേകായിരങ്ങൾ വിശുദ്ധനെ വരവേൽക്കുന്ന കാഴ്ച ഏറെ ഭക്തിസാന്ദ്രമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സമർപ്പണം കോഴി സമർപ്പിക്കുക എന്നുള്ളതാണ്. കോഴി സമർപ്പിക്കുകയും അവർ കുടുംബമായി വന്ന് അവർ ഇവിടെ കോഴി ഭാഗം ചെയ്ത് അവർ ഭക്ഷിച്ച് വീണ്ടും പുണ്യാളനെ കണ്ട് നേർച്ച സമർപ്പിച്ച് അവർ തിരികെ പോകുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. ഞാൻ കൊടിയേറ്റത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഏപ്രിൽ 25-ാം തീയതിയാണ് എല്ലാ വർഷവും ഈ പള്ളിയിൽ തിരുനാളിന് കൊടി ഉയർത്തുന്നത്. അതിലൊരു മാറ്റമില്ല. അതുപോലെ തന്നെ പ്രധാന തിരുനാൾ വരുന്നത് മെയ് മാസം 2ഉം 3ഉം തീയതികളിലാണ്. 8-ാം ഇടം വരുന്നത് മെയ് മാസം 10, 11 തീയതികളിലും. അതുകൊണ്ട് കേരളക്കരയിലുള്ള സകല വിശ്വാസികൾക്കും അറിയാം എടപ്പള്ളി പള്ളിയിലെ തിരുനാൾ എന്ന് കൊടി കയറുന്നും എന്ന് തിരുനാളെന്നും എന്ന് 8-ാം ഇടമെന്നും ഏറ്റവും നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ദിവസങ്ങളിൽ മാറ്റം ഉണ്ടാകാറില്ല. 10,000-കണക്കിന് ആളുകളാണ് ഈ ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസിന്റെ മാധ്യസ്ഥ്യം തേടി ഓരോ ദിവസവും എത്തിച്ചേരുന്നത്. തിരുനാളിൻ്റെ പരിപാടികളിലേക്കും തുടർന്ന് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ദിവസങ്ങളിലും വിശുദ്ധന്റെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുന്നതിന് എടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധന്റെ മാധ്യസ്ഥ്യം വഴിയായി ദേവാലയ കേന്ദ്രീകൃതമായി വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ച് തിന്മയുടെ ശക്തികളെ അതിജീവിക്കാൻ, ജന്തുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് മോചിതരാകാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. AD 269 സുവിശേഷ സത്യങ്ങൾക്കു വേണ്ടി ജീവിച്ച വിശുദ്ധ ഗീവർഗീസ് ഏഷ്യ മൈനറിലെ കപ്പാദോഷുവയിലെ മണ്ണിൽ നിന്നുയർന്ന ഡയോക്ലീഷ്യസ് ചക്രവർത്തിയുടെ മതപീഡനത്തിന്റെ കഠിനകാലത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ രക്തസാക്ഷിത്വം വരിച്ച ധീരയോദ്ധാവാണ്. വെള്ളക്കുതിരമേലിരുന്ന് സർപ്പത്തെ കുന്തം കൊണ്ട് നിഗ്രഹിക്കുന്ന വിശുദ്ധൻ നന്മയുടെയും തിന്മയുടെയും അന്തമില്ലാത്ത പോരാട്ടത്തിന്റെയും വിശ്വാസം കൊണ്ട് പിശാചിനെ പരാജയപ്പെടുത്തുന്നതിന്റെയും പ്രതീകമാണ്. ഇന്നും ഇടപ്പള്ളിയിലെ വിശുദ്ധന്റെ മണ്ണിൽ അനുഗ്രഹസിദ്ധിക്ക് വേണ്ടി ആശ്വാസം തേടി ഒഴുകിയെത്തുന്നത് അനേകരാണ്. അശാന്തിയും അസമാധാനവും നിറഞ്ഞ മനസ്സുകളിൽ സാന്ത്വനത്തിന്റെ വെള്ളി വെളിച്ചം വിതറി ഇടപ്പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവർഷം ചൊരിയുന്നു. സെന്റ് ജോർജ് ഫൊറൈൻ ചർച്ചും എടപ്പള്ളിയിലെ പുണ്യാളനും അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവരുടെ മധ്യസ്ഥനും വിശ്വാസത്തിന്റെ പ്രതീകവുമാണ്. എടപ്പള്ളിയിലേക്കുള്ള തീർത്ഥാടകരുടെ അനസ്യൂതമായ പ്രയാണം ഇന്നും തുടരുകയാണ്.